തൃശൂർ വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. കാക്കിനിക്കാട് ഉന്നതിയിലെത്തി വാഴക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാഴക്കൊമ്പന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ആദ്യം ഒന്ന് കാണും. 24 കിട്ടിയ ദൃശ്യങ്ങളാണത്. സൂരജ് സജി നമുക്കൊപ്പം ശരിയാണ്. സൂരജ്, ഈ ആനയെ തുരത്തി ഓടിക്കാൻ കഴിഞ്ഞോ? എന്താണ് വിവരങ്ങൾ? തുടർച്ചയായി വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നാശം വിതയ്ക്കുകയാണ് ഈ വാഴക്കൊമ്പൻ എന്ന് പറയുന്ന ആന. പ്രത്യേകിച്ച് ഈ ആനയ്ക്ക് താല്പര്യം വാഴയാണ്. അതും വാഴ മുഴുവനായി കഴിക്കില്ല. ഈ കൊമ്പുകൊണ്ട് വാഴയ്ക്കകത്തുള്ള പിണ്ടി കുത്തിയെടുത്ത് കഴിക്കുന്നതുകൊണ്ടാണ് ഇതിന് വാഴക്കൊമ്പൻ എന്ന് പേരിട്ടത്. ഇന്നലെ ഈ കാക്കിനിക്കാട് ഉന്നതിയിലെത്തിയ ആന വ്യാപക നാശനഷ്ടമാണ് ഈ മേഖലയിൽ വരുത്തിയിരിക്കുന്നത്. തെങ്ങുകളും വാഴയും ഒക്കെ ആന നശിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ ഉന്നതിയിൽ താമസിക്കുന്നവർ പറയുന്നത് മഴക്കാലമാണ്, അവർ ഈ ഡാമിൽ നിന്ന് മീനൊക്കെ പിടിച്ച് കഴിയുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ മഴക്കാലത്ത് ആശ്വാസം എന്ന് പറയുന്നത് ഈ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അതുകൂടി ആന നശിപ്പിച്ചതോടുകൂടി ജീവിതോപാധി തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോളാർ വൈദ്യുത വേലികൾ അടക്കം ഈ മേഖലയിലുണ്ട്, പക്ഷെ അത് കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ല. ഇതോടുകൂടിയാണ് ഈ ആനകൾ ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ചേലക്കര അടക്കമുള്ള മേഖലകളിൽ ഈ കാട്ടാന ശല്യവും രൂക്ഷമാണ്. പ്രത്യേകിച്ച് ഈ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ഈ കുതിരാൻ മലനിരകളിൽ നിന്ന് ആന ഈ വടക്കാഞ്ചേരിയും ചേലക്കരയും അടക്കമുള്ള മേഖലകളിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഈ വാഴക്കൊമ്പൻ സ്ഥിരം പ്രശ്നക്കാരനായി ഈ മേഖലയിൽ മാറുന്നു. അതിനിടയിലാണ് ഈ കാക്കിനിക്കാട് ഉന്നതിയിൽ ഇന്ന് പുലർച്ചെ എത്തിയ ആന വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. അത് ടിൻ ടവർ. ഓക്കെ, താങ്ക് യു.